ഹലോ എവ്രി വൺ, നമ്മളിന്ന് ഈ ഒരു ഡ്രസ്സിൻ്റെ കഥയാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് സീരീസിൽ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്. ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഈ വർഷത്തെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, എന്നാൽ നമുക്കൊന്ന് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി കുറച്ച് പാറ്റേണൊക്കെ പഠിച്ച് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. ഞാൻ അത് തന്നെയാണ് റെഫറൻസ് ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ അധികം ഡിസൈൻസൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് കുറച്ച് ബീഡ്സും സ്റ്റോൺസും ഒക്കെ തന്നെ അതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലേസൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ലേസ് തന്നെ കിട്ടി. ആൻഡ് ഈ ഒരു പ്ലീറ്റിംഗ് പാറ്റേണൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഔട്ട്പുട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എന്തായാലും കമൻസിൽ അറിയിക്കണം കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്തു. ഞാനൊന്ന് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് കൂടെ കിട്ടിയപ്പോൾ ഐ ആം സോ ഹാപ്പി. എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പരാഗിൽ നിന്ന് പോയി മെറ്റീരിയൽ എടുത്തപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു രീതിയിൽ എൻ്റെ ഔട്ട്പുട്ട് വരുമെന്ന്. പക്ഷേ ആ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഐ ആം സോ ഹാപ്പി. ആൻഡ് വിഷൻ ബോർഡിൽ ആദ്യത്തെ ഈ ഒരു കാര്യം തന്നെ എംബ്രോയിഡറി പഠിക്കണമെന്നും ഈ ഒരു ഡ്രസ്സ് വേണമെന്നും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ എംബ്രോയിഡറി ഞാൻ ഇതുവരെയും ചെയ്യാത്ത ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വന്നു. ആൻഡ് ഇതുവരെയും ചെയ്യാത്തൊരു പാറ്റേൺ ഡ്രസ്സ്, അതും ബാക്കിൽ സിബൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നപ്പോൾ ഐ ആം സോ ഹാപ്പി. ആൻഡ് എനിക്ക് എന്തോ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ച് അതിൻ്റെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് വിശ്വാസം വന്നപ്പോൾ ഐ ആം സോ ഹാപ്പി. വേറെ കളറിലൊക്കെ ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേണൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.